ഹായ് ഓൾ, ഐ എം ഡോക്ടർ ഹസൻ. ഐ എം യുവർ ഹോമിയോപ്പത്തിക് സൈക്യാട്രിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ കുട്ടികളുടെ സ്വഭാവ വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഓട്ടിസം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ ജന്മന ചില ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിലേ പോലത്തെ, അതായത് ചെറുപ്പം തൊട്ടേ ഡെവലപ്മെൻറ്റിലൊക്കെ ഡിലേ വന്നിട്ട് ബുദ്ധിപരമായും ശാരീരികമായും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയുന്നതാണ്. അതേമാതിരി ADHD, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ചിൽഡ്രൻ, അതിൽ അറ്റൻഷൻ കുറവും ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ ആണ് മെയിനായിട്ടുള്ള ഹെഡിങ്സ്. പക്ഷേ ഇതൊക്കെ കൂടാതെ കോമൺ ആയിട്ട് നമ്മളെ വീട്ടിൽ കണ്ടുവരുന്ന, എൻ്റെ വീട്ടിലടക്കം കണ്ടുവരുന്ന ചില പ്രയാസങ്ങളുണ്ട്. അതിലൊന്നാണ് ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. അതേപോലെ തന്നെ ഒപ്പോസിഷണൽ ഡിഫിയൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ കുറുമ്പ്, ഒന്നാം തരം കുറുമ്പ്. അപ്പം ചില കുട്ടികളിൽ ഇതിൽ കുറേ വൈകല്യങ്ങളുണ്ടാകും. ചില കുട്ടികളിൽ ഈ കുറുമ്പ് ഇങ്ങനെ കൂടിയിട്ട് പിന്നെ അവരങ്ങോട്ട് ഉറങ്ങിപ്പോവും. ഭയങ്കരമായിട്ട് മുറുകി ഉറങ്ങിപ്പോവും. ചില കുട്ടികളിൽ ഇത് കുറുമ്പ് പിടിച്ച് ഭയങ്കര വന്നിട്ടതിന് ശേഷം പിന്നെ ലാസ്റ്റ് ചെറിയ ഒരു എപ്പിലെപ്സി പോലെ, ഫിറ്റ്സ് പോലെ ഉണ്ടായിട്ട് പോകും. ചില കുട്ടികളിൽ ഇത് കുറേ സമയം നീണ്ടു നിൽക്കും. ആ സമയത്ത് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല, ഉമ്മ ഉപ്പ അല്ലെ അച്ഛ അമ്മ എന്ന് പറയുന്ന കുട്ടികളുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞോ, ഞാൻ അങ്ങനെ ചെയ്തോ, ഞാൻ ഇതെടുത്ത് വലിച്ചെറിഞ്ഞോ, ഫോണൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ട്രീറ്റബിളാണ്, ഇതൊക്കെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. നമ്മളിതൊക്കെ കുട്ടിത്തത്തിൻ്റെ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് വിടുകയും പിന്നീട് അത് വളർന്നു വരുമ്പോൾ ഭയങ്കര അമിത ദേഷ്യവും വാശിയും മറ്റുള്ള ആളുകളോട് പെരുമാറാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആൾ ഡെവലപ്പ് ചെയ്ത് ഒരു അഡൽട്ട് വരും, എന്താ പറയുക, ഒരു ചൂടൻ യൂത്തായിട്ട് മാറുകയും പിന്നെ അതിനനുസരിച്ചുള്ള എന്താ പറയുക കള്ളും കഞ്ചാവും മറ്റു കാര്യങ്ങളൊക്കെ കയറി വരികയും ഒക്കെ ചെയ്യും. അങ്ങനെ ഈ ചെറുപ്പത്തിലേ നമ്മൾ ഇതിനെ ഒന്ന് ട്രീറ്റ് ചെയ്ത് ഒന്ന് പീസ്ഫുൾ ആക്കുകയാണെങ്കിൽ ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ കുറുമ്പ്, വളരെ സിമ്പിളായിട്ട് പറയുന്ന കുറുമ്പിന് തന്നെ കുറേ റീസൺസ് പാരൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കുറേ കുട്ടികൾ കാണുമ്പോൾ ഞാൻ കുട്ടികൾക്ക് എടുക്കുന്നതിനേക്കാൾ സമയം പാരൻസിനാണ് എടുക്കാറ്. കാരണം അവിടെ ചിലപ്പോൾ കുട്ടിയെ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ. കാരണം അത് ചെറുതല്ലേ, അതിന് നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കും. നേരെ മറിച്ച് പാരൻസിനെ നമുക്ക് മനസ്സിലാക്കിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ വിത്താണ്. നിങ്ങളുടെ കുട്ടി എന്ന് പറയുന്ന ഈ കുട്ടിയിൽ ദൈവം ചേർത്ത കഴിവുകൾ വ്യത്യസ്തമാണ്. അത് മറ്റൊരു കുട്ടിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല.